പുതിയൊരു സിനിമന്റെ വിശേഷങ്ങൾ. ഓക്കെ, പ്രണവ് മോഹൻലാൽ നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ. ആ സിനിമയുടെ പോസ്റ്ററിൽ ട്രെൻഡിങ് ആണ്. അതായത് പ്രണവിന്റെ ബർത്ത്ഡേന്റെ അന്ന് ഈ പോസ്റ്റർ ഷെയർ ചെയ്തു. പോസ്റ്റർ കാണാൻ നല്ല വ്യത്യാസം. ഏതാ സിനിമ? ഡൈസ് എറേ ആണ് സിനിമയുടെ പേര്. നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ അറിയാം. സംവിധാനം ഇത് കുറെ മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ സദാശിവന്റെ സിനിമയാണ്. ഏതൊക്കെയാ മുമ്പുള്ള രണ്ട് സിനിമ? ഭൂതകാലം, ഭ്രമയുഗം. ഭൂതകാലം, ഭ്രമയുഗം. രണ്ട് സിനിമ. രണ്ടിന്റെയും പാറ്റേൺ ജോണർ എന്താ? ഹൊറർ. അത് കണ്ടു പേടിച്ചില്ലേ? ഭൂതകാലം കണ്ടു പേടിച്ചിട്ടില്ലേ? കൊറോണ ടൈമിലും അതുപോലെ ഭ്രമയുഗം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതൊരു വലിയ പരീക്ഷണമായിരുന്നു കേട്ടോ. ഭ്രമയുഗം ഗംഭീര പരീക്ഷണം. അതിന് മമ്മൂക്ക അതിന് മൂന്ന് ക്യാരക്ടർ വെച്ചിട്ട് നല്ല പെർഫോമൻസ്. അതെ. പിന്നെ ഗംഭീരമായിട്ട് ചെയ്തൊരു സിനിമയാണ് ഭ്രമയുഗം. അത് ഈ കാലഘട്ടത്തില് കളർ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് കൊണ്ട് ഹിറ്റടിച്ചു. ആ ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന സിനിമയാണ് ഡൈസ് എറേ. നായകൻ പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാലിന്റെ ലുക്ക് തന്നെ പോസ്റ്റർ കാണാൻ ഭയങ്കര വ്യത്യാസം. നമുക്ക് മനസ്സിലായില്ലല്ലോ. ഇത് ആരാ ചോദിച്ചില്ലേ? പ്രണവ് മോഹൻലാലിന്റെ ലുക്ക് തന്നെ മാറി. ഒരു അപ്പൊ കട്ട വെയിറ്റിംഗ് ഉള്ള ഒരു സിനിമയാണ്. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിലുള്ള സിനിമ എന്നതുകൊണ്ട് കൂടിയാണ് ഈ സിനിമക്ക് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഓക്കെ.